നമസ്കാരം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ കൂടുതൽ പരിശോധനയ്ക്ക് പ്രത്യേക സംഘം. അയോധ്യയിൽ ഇന്നും സംഘം പരിശോധന നടത്തും. തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന 150 ജീവനക്കാരെ കൂടി തിരിച്ചറിഞ്ഞു. അയോധ്യയിൽ സംഭാവന കൈകാര്യം ചെയ്തതിൽ വൻ വീഴ്ചയുണ്ടായെന്ന് SIT കണ്ടെത്തി. മേൽനോട്ടം ഉറപ്പാക്കുന്നതിൽ ട്രസ്റ്റിന് പൊതുവീഴ്ചയുണ്ടായെന്നും SIT പറയുന്നു. അയോധ്യയിലെ സംഭാവന കൊള്ളയിൽ ഉടൻ കേസെടുക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ തൂഫാന്റെയും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെയും ഭാഗമായി മാളയിൽ വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. SPC കേഡറ്റുകൾ പങ്കെടുത്ത പരിപാടികൾ ശ്രദ്ധേയമായി. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി അന്നമനട ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വായനയുടെ പ്രാധാന്യം പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടികൾ. വിശദമായ വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാനും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെയും ഭാഗമായി മാളയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിപുലമായ ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിലെ SPC കേഡറ്റുകൾ പങ്കെടുത്ത റാലിയും തെരുവു നാടകവും ശ്രദ്ധേയമായി. മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ ഓപ്പറേഷൻ തൂഫാൻ, ലഹരി വിരുദ്ധ ദിനാചരണം എന്നിവയുടെ ഭാഗമായി മാള പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിലെ SPC സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി നടന്നു. മാള സ്റ്റേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി ഇരിങ്ങാലക്കുട DYSP സന്തോഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി ടൗൺ ചുറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് മാള കാർമൽ കോളേജ്, എയും LLB കോളേജ് എന്നിവിടങ്ങളിലെ കുട്ടികളുടെ റാലി, മാള കാർമൽ കോളേജിലെ ലഹരി വിരുദ്ധ വളണ്ടിയർ അവതരിപ്പിച്ച തെരുവു നാടകം എന്നിവ അരങ്ങേറി. മാള പ്രിൻസിപ്പൽ SI PP ബാബു, SIമാരായ അനിൽകുമാർ, സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ തൃശ്ശൂർ റൂറൽ ജില്ലയും ചേർന്ന് നമ്മളിന്ന് പ്രധാനപ്പെട്ട ഒരു പരിപാടി നടത്തുകയാണ്. നമ്മുടെ രാജ്യത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്തൊരു പോരാട്ടം നടത്താനാണ് നമ്മളിവിടെ ഒന്നിച്ചിരിക്കുന്നത്. നമ്മുടെ വരുന്ന തലമുറയെ നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ലഹരി കൊണ്ടുണ്ടാകുന്നത്. ലഹരി കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് തന്നെ ആപത്താണ്. നമ്മുടെ വരും തലമുറ തന്നെ നശിച്ചു പോകും. അപ്പോൾ നമ്മളതിന് വിട്ടുവീഴ്ചയില്ലാത്ത, സന്ധിയില്ലാത്ത ഒരു സമരം ചെയ്യാനാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. മീഡിയ ടൈം മാള. ദേശീയ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി അന്നമനട ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വായനയുടെ പ്രാധാന്യം പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടികൾ. ദേശീയ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി അന്നമനട ഗ്രാമപഞ്ചായത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വായനാ ദിനവും പുസ്തകങ്ങളും എന്ന വിഷയത്തിൽ ക്വിസ് മത്സരവും കഥാരചനാ മത്സരവും നടന്നു. പഞ്ചായത്ത് പരിധിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബൽക്കിസ് സലാം അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ശരത് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സിമി, അനു, ബിജു, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും പുസ്തകങ്ങളോടുള്ള കുട്ടികളുടെ താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ദേശീയ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ ടൈം മാള. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശം ക്യാമ്പസിലേക്ക് പകർത്തി മാള കാർമൽ കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. ഫ്ലക്സ് റിവീലും ഫുട്ബോൾ ടൂർണമെന്റും വിദ്യാർത്ഥികളുടെ വൻ പങ്കാളിത്തത്തോടെയാണ് നടന്നത്. മാള കാർമൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ വജ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫിഫ വേൾഡ് കപ്പ് 2026 ആഘോഷം ആവേശോജ്വലമായി. കോളേജ് ക്യാമ്പസിൽ നടന്ന ഫ്ലക്സ് റിവീലും ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റും വിദ്യാർത്ഥികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. ലോക ഫുട്ബോളിന്റെ ആവേശം ക്യാമ്പസിലേക്ക് പകർത്തിക്കൊണ്ട് വിവിധ രാജ്യങ്ങളുടെയും പ്രമുഖ ക്ലബ്ബുകളുടെയും ജേഴ്സികൾ അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തത്. രാവിലെ നടന്ന ഫ്ലക്സ് റിവീലിലൂടെ വേൾഡ് കപ്പ് ആഘോഷങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി.
ആഘോഷങ്ങൾക്ക് മാറ്റുകൂടാൻ നാസിക് ഡോളിന്റെയും കാവടിയുടെയും അവതരണവും അരങ്ങേറി. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ടീമുകൾ മാറ്റുരച്ചു. ഫൈനലിൽ അർജന്റീനയെ പിന്നിലാക്കി നോർവേ കിരീടം സ്വന്തമാക്കി. കോളേജിലെ ഫുട്ബോൾ പ്രേമികളെ ഒരുമിപ്പിക്കുകയും കായിക മത്സരങ്ങളിലൂടെ സൗഹൃദവും കൂട്ടായ്മയും വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. യൂണിയൻ കോർഡിനേറ്റർമാരായ ഡോക്ടർ ജിയോ ജോസഫിന്റെയും ഡോക്ടർ വിനീതയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സജീവ പങ്കാളിത്തം പരിപാടിയെ കൂടുതൽ ശ്രദ്ധേയമാക്കി. മീഡിയ ടൈം, മാള. ചെമ്പൂച്ചിറ തപോവനം ശ്രീ വ്യാസ ആശ്രമത്തിൽ ദേവസ്ഥാനം പ്രതിഷ്ഠാ മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി എന്ന ക്രമത്തിൽ ഏറ്റവും പാഠ്യേതര വിഷയത്തിൽ ഏറ്റവും സമർത്ഥ കുട്ടികൾ എന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയ 12 കുട്ടികൾക്ക് 1000 രൂപ വീതമുള്ള സ്കോളർഷിപ്പിൻ്റെ വിതരണമാണ്. ആ കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ വേദിയിലേക്ക് അടുത്ത് നിൽക്കണം. ആ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് തപോവനം വ്യാസ ആശ്രമത്തിൻ്റെ PRO ആയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ശ്രീ ഹരി പള്ളത്തേരിയും ശ്രീ മോഹനൻ വടക്കേടത്തും. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. ആശ്രമം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എ രാധാകൃഷ്ണൻ, ആർ ബാലകൃഷ്ണൻ, KR ദിനേശൻ, TC സേതുമാധവൻ, മോഹനൻ വടക്കേടത്ത്, ഹരി പള്ളത്തേരി, PV നന്ദകുമാർ, NP ശിവൻ, ബാബു കാളക്കല്ല് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ഷേത്രശില്പികളെ ആദരിക്കൽ, കർഷകരെ ആദരിക്കൽ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാന്റെയും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെയും ഭാഗമായി മാളയിൽ വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. SPC കേഡറ്റുകൾ പങ്കെടുത്ത പരിപാടികൾ ശ്രദ്ധേയമായി. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി അന്നമനട ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വായനയുടെ പ്രാധാന്യം പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടികൾ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.